ഇന്നൊരു വാട്ടയിറ്റിനോടെ കണ്ടല്ലോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ പാടത്തിന് ഒരു ഗ്ലാസ് കട്ടനും 2 റസ്ക്കും ആട്ടോ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരെ തന്നെ കട്ടൻ ഉണ്ടാക്കിയിട്ട് റസ്ക്കും കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ ഇത് രാവിലെ പുട്ടായിരുന്നു ഉണ്ടാക്കിയത്. പുട്ടിന് കറിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയില്ല. എനിക്കാണെങ്കിൽ പുട്ടിന് ചിക്കനോ മീനോ എന്തെങ്കിലുമൊക്കെ വേണം. എന്നാലേ പുട്ട് നല്ല പോലെ പോവുള്ളൂ. ഹരിയാണെങ്കിൽ പഴം കൂട്ടി കഴിക്കുന്നുണ്ട്. എനിക്ക് ഈ പഴമൊന്നും കൂട്ടി കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ കട്ടൻ ചായ ഒഴിച്ചാൽ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നേ. കൂടെ കട്ടൻ ചായയും കൂടി ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞൊരു 10 അടിച്ച് വെള്ളത്തിലിട്ട് കഴിച്ചു കേട്ടോ. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. പക്ഷെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയതായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അതങ്ങനെ തോണ്ടി തോണ്ടി കഴിച്ചുകൊണ്ടിരുന്നേ. എനിക്കെന്തോ ഇങ്ങനെ കഴിക്കുന്ന വല്ലാണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു 11:30 ആയപ്പോഴത്തെ 2 ചക്കച്ചോളം എടുത്ത് കഴിച്ചു കേട്ടോ. അമ്മ 2 ചക്കച്ചോളം വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതെടുത്ത് കഴിച്ചു. പിന്നെ ഒരു 1:30 ആകുമ്പോൾ നമ്മൾ ഇന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് കാണാൻ മറക്കരുത്. അപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ട്, നല്ല തട്ടിയിട്ടുണ്ട്, നല്ല അധികം തന്നെ വിളമ്പിയിട്ടുണ്ട്. സാധാരണ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ചോറ് കഴിക്കാറുള്ളൂ, പക്ഷേ ഇന്ന് ഞാൻ ചെമ്മീൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ കുറേ തട്ടി വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടെ തൈരും ഉണ്ടായിരുന്നു, തൈരിൽ ഉപ്പും അതുപോലെ മുളകും ഇട്ടതാണ്. അപ്പോൾ അത് സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ബിരിയാണിക്ക് തൈരൊക്കെ മസ്റ്റാണ് കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. അതും ചോറിൻ്റെ കൂടെയല്ല, ചിലപ്പോൾ അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കും, അല്ലെങ്കിൽ ചോറ് കഴിഞ്ഞതിന് ശേഷം തൈര് മാത്രം കഴിക്കാത്തതാണ് കേട്ടോ എൻ്റെ പതിവ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ മീനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് നമ്മുടെ തൈരും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ കഴിച്ചിട്ടുണ്ട്. കുറച്ചധികം തൈര് വെറുതെ കഴിക്കുകയും ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ പ്ലേറ്റ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞ് കഴിച്ച ക്ഷീണത്തിലേക്ക് പോയി കിടന്നുറങ്ങി. പിന്നെ ഒരു 6 മണിക്ക് വീണ്ടും നമ്മുടെ കട്ടൻ ചായയും റസ്ക്കും, ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, കട്ടൻ ചായയും റസ്ക്കും ഭയങ്കര വീക്ക്നെസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 6-6:30 ആകുമ്പോൾ കട്ടൻ ചായയും റസ്ക്കും കൂട്ടി നല്ല പോലെ കഴിച്ചു. ചൂട് ചായ ആയിരുന്നുണ്ട്, അതുകൊണ്ടാണ് ഭയങ്കര ചൂടുണ്ടായിരുന്നു. അപ്പോൾ റസ്ക് മുക്കി കഴിച്ചപ്പോൾ നല്ല ചൂട്, അതുകൊണ്ടാണ് കേട്ടോ ഈ എക്സ്പ്രഷൻ. അപ്പോൾ അങ്ങനെ അതും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇന്നിപ്പോൾ ചെമ്മീൻ ബിരിയാണി അല്ലേ, ഇന്ന് രാത്രി കഞ്ഞി കഴിക്കാമെന്ന്. അപ്പം ചെറുപയർ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുത്ത് കഴിച്ചു. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ചോറായിട്ട് കേട്ടോ. പക്ഷേ ഇന്ന് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഡിന്നറായിട്ട് ചെറുപയർ കഞ്ഞിയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.